ചികിത്സയ്ക്ക് ശേഷം ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് അറിവുകൾ എനിക്ക് പകർന്നു തന്നു. തൈജിയിൽ വളരെ 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 എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണെന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രാക്ടീസിൽ നിന്ന് തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ച് പിന്നാലെ നടന്നതാണ്. കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ കുറച്ച് സമയം തൈജി പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചു. ഒരുപാട് തൈജിയിലെ പുതിയ പുതിയ ടെക്നിക്കുകൾ അദ്ദേഹം എനിക്ക് പരിചയപ്പെടുത്തി. എൻ്റെ തൈജിയിൽ വരുന്ന തെറ്റുകൾ അദ്ദേഹം തിരുത്തി. തൈജി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് എനിക്ക് പറഞ്ഞു തന്നു. ഇവിടുത്തെ സൊസൈറ്റിയിൽ കൂടുതലും ജോയിൻ ചെയ്യുന്ന ആളുകൾ കീമോതെറാപ്പി കഴിഞ്ഞതിൻ്റെ ശേഷം ശരീരം ഒരുപാട് ക്ഷീണിക്കുമല്ലോ. ആ ക്ഷീണം അകറ്റാനും തിരിച്ച് നോർമൽ ലൈഫിലേക്ക് വരാനും വേണ്ടി കുറേ ആളുകൾ ക്യാൻസറിന് ശേഷം വരുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ക്യാൻസറുള്ള ആളുകൾ കുറേ ആളുകൾ ഒരു പരിധിവരെ മരുന്നിൻ്റെ അളവ് കുറച്ചിട്ട് അവർ തൈജിയിലൂടെ തന്നെ അതിനെ ഹീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര മിറാക്കിളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചു. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖത്തിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നേടണം. ചികിത്സ വേണം, ടെസ്റ്റുകൾ വേണം, മരുന്നുകൾ ആവശ്യമെങ്കിൽ അത് കഴിക്കണം, എല്ലാം വേണം. പക്ഷേ ബാക്ക് ടു നോർമൽ നമുക്ക് തിരിച്ചു വരണമെങ്കിൽ എപ്പോഴും നമ്മൾ തൈജി പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ നിത്യമായൊരു രോഗിയായി മാറുകയാണ്. ഒരു അസുഖം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ആ അസുഖത്തിന് പിന്നാലെ അതിൻ്റെ റിലേറ്റഡ് ഡിസീസ് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒട്ടനേകം അസുഖങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെയുള്ള ആളുകൾക്ക് ഒരു അസുഖം വന്നാൽ അവരതിൻ്റെ ചികിത്സ ചെയ്യുമെങ്കിലും അതിൻ്റെ കൂടെ തിരിച്ചവർ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് തൈജിയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു രോഗം വന്ന് നമ്മൾ ആ രോഗത്തിന് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോഴും ഞാൻ രോഗിയാണ് എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് മുന്നോട്ട് പോകുക. ഇവിടെ ഈ തൈജി സൊസൈറ്റി എന്ന് പറയുന്നത് ശരിക്കും അസുഖമുള്ള ആളുകളെ തിരഞ്ഞ് കണ്ടെത്തി അവർക്ക് അവരുടെ ചികിത്സക്കൊപ്പം ഏറ്റവും വലിയ മാനസിക സന്തോഷം കിട്ടുന്നതും ശാരീരിക ഗുണങ്ങൾ കിട്ടുന്നതുമായ ഒരു ചൈനീസ് ആർട്ടാണ് ശരിക്കും തൈജി. അതാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന രോഗികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. സാധാരണ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാലൊക്കെ അവിടെ അവരുടെ മുഖം ആരും ചിരിച്ചിട്ടൊന്നും മുഖം കാണൂലല്ലോ. എല്ലാവരുടെ മുഖം ഭയങ്കര ടെൻഷനും ഫീലിങ്ങും ഒക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ രോഗികളൊക്കെ ചിരിക്കുന്നു, കളിക്കുന്നു, ഓടുന്നു, ചാടുന്നു, ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ സമയം ഞാൻ എക്സസൈസ് ചെയ്തു. ചിഗോങ്ങിലെ കുറച്ച് ടെക്നിക്സും പഠിച്ചു. ഞാൻ വളരെ ഹാപ്പിയായി. ഞാൻ അദ്ദേഹത്തിൻ്റെ കൈയൊന്ന് പ്രസ് ചെയ്ത് നോക്കിയതിന് അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ എൻ്റെ കൈയൊന്ന് പ്രഷർ ചെയ്യുന്നത്. ജസ്റ്റ് ചെക്ക് ചെയ്താണ്, എനിക്ക് അനക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് പവർഫുള്ളാണ് ആ 68 വയസ്സുള്ള മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ നിഷ്കളങ്കനാണ്, അദ്ദേഹത്തിൻ്റെ ബോഡി വളരെ സ്ട്രോങ്ങുമാണ്. ഒരുപാട് സന്തോഷമായി, ഒരുപാട് ഹാപ്പിയായി അദ്ദേഹത്തിൻ്റെ കൂടെ. ചിഗോങ് ആൻഡ് തൈജി രണ്ടും ഞാൻ കുറേശ്ശെ പ്രാക്ടീസ് ചെയ്തു. ശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ കോഫി കുടിച്ചു. നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി കാണാം. താങ്ക് യു.